എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ 1000 രൂപ വിതരണം ആരംഭിച്ചു. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 1000 രൂപയാണ് ഈ മാസത്തേത് വിതരണം ആരംഭിച്ചത്. ചില ആളുകൾക്ക് 2 മാസത്തെ ആയി 2000 രൂപ ലഭിച്ചിട്ടുണ്ട്. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള +2, ഡിഗ്രി, ഡിപ്ലോമ, ITI കോഴ്സുകൾ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് എല്ലാ മാസവും 1000 രൂപ ലഭിക്കുന്നത്. ഒരു വർഷത്തേക്കാണ് സഹായം ലഭിക്കുക. ഇതിന്റെ 3ാമത്തെയും 4ാമത്തെയും വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3ാമത്തേത് വിതരണം ചെയ്തപ്പോൾ ലഭിക്കാത്ത ആളുകൾക്കാണ് 3ാമത്തേത് ഇപ്പോൾ 4ാമത്തേതിനോടൊപ്പം 2000 രൂപ ലഭിക്കുന്നത്. അല്ലാത്ത ആളുകൾക്ക് 1000 രൂപയാണ്. ഇതിനു പുറമെ സ്ത്രീ സുരക്ഷ 1000 രൂപയുടെ വിതരണം അടുത്ത ആഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. നേരത്തെ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാർ എല്ലാ ഉത്തരവുകളും ഇറക്കി വെച്ചിരുന്നു. സംസ്ഥാനത്ത് മെയ് മാസം വരെയുള്ള ക്ഷേമ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനും അതാത് സമയത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തരവുകളാണ് നേരത്തെ ഇറക്കി വെച്ചിട്ടുള്ളത്. ഇത് പ്രകാരം ഇലക്ഷന് മുമ്പ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നു. 4000 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത്. കയ്യിൽ 2 മാസത്തേത് ഒരുമിച്ചും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2 തവണയുമായി ക്ഷേമ പെൻഷൻ എത്തി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അതേസമയം 9ാം തീയതിക്ക് മുമ്പ് ലഭിക്കും എന്ന് കരുതിയിരുന്നു എങ്കിലും തുക ലഭിച്ചില്ല. അടുത്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ അടുത്ത ആഴ്ച വിതരണം ഉണ്ടാകും. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ഇപ്പോൾ വിതരണം ആരംഭിച്ച 1000 രൂപ 18 മുതൽ 30 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമ്പോൾ 35 മുതൽ 60 വയസ്സ് വരെയുള്ള BPL വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 32 ലക്ഷം ഗുണഭോക്താക്കൾ ഇതിന് അർഹതയുണ്ട് എങ്കിലും 20 ലക്ഷത്തോളം പേർ മാത്രമാണ് അപേക്ഷിച്ചിട്ടുള്ളത്. 18 ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. 82ഓളം അപേക്ഷകൾ റിജക്റ്റായ സാഹചര്യം ഉണ്ടായിരുന്നു. പദ്ധതിയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളുടേത് റിജക്റ്റ് ആയിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ച് അതിൻ്റെ കാരണങ്ങളെല്ലാം ക്ലിയർ ആക്കി അക്ഷയ കേന്ദ്രങ്ങളിലൂടെ തന്നെ റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് പെൻഷൻ ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ 3000 ആക്കും 5 വർഷം കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുന്നണികളും പറഞ്ഞ കാര്യമാണത്. അപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ ഏറിയാൽ ഉടനെ ഒരു ബജറ്റ് ഉണ്ടാകും. അതിൽ 200 രൂപ വർദ്ധിപ്പിക്കുമോ എന്നുള്ളതും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 2200 ആദ്യമാകും, പിന്നെ അടുത്ത വർഷം 2400, അങ്ങനെ 5 വർഷം കൊണ്ട് 3000 ആകും. അങ്ങനെയായിരിക്കും പെൻഷൻ വർധനവ് ഉണ്ടാകുക. അതോ ഈ സർക്കാർ ഇപ്പോൾ ചെയ്തതുപോലെ 1600-ൽ ഒരു വർധനവും വരുത്താതെ അവസാന സമയത്ത് മാത്രം വർദ്ധിപ്പിക്കുകയായിരിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 1000 വിതരണം ആരംഭിച്ചത്. അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.